ഹലോ, ഞാൻ ഇന്ന് പൊഞ്ചിക്ക് നമ്മൾ മേടിച്ചൊരു ഗിഫ്റ്റാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം പൊഞ്ചിക്ക് ബർത്ത്ഡേക്ക് ഈ ഡിസംബറിലായിരുന്നല്ലോ, 2023 ഡിസംബറിലായിരുന്നു പൊഞ്ചിയുടെ ബർത്ത്ഡേ. അപ്പം നമ്മൾ ഗിഫ്റ്റൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ കയ്യിലുള്ള കാശൊക്കെ പൊട്ടിയായിരുന്നു. അപ്പം മേടിക്കാൻ സമയം കിട്ടിയില്ലായിരുന്നു കേട്ടോ. പിന്നെയാണെങ്കിൽ ജനുവരിയിൽ സ്കൂളിൽ ചേർക്കേണ്ട വന്നു. അപ്പോൾ സ്കൂളിൽ ഇവിടുത്തെ ഫീസൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ല ഫീസായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോഴും മേടിക്കാനൊന്നും സാവകാശം കിട്ടിയില്ലായിരുന്നു. അങ്ങനെ ഇപ്പം എല്ലാവർക്കും ഉണ്ട് ഇവിടെ ഈ സാധനം. അങ്ങനെ ഇത് ഞങ്ങൾ മേടിച്ചിട്ടോ. ഈ മാസമാണ് മേടിച്ചത്, മാർച്ചിലാണ് മേടിച്ചത്. അപ്പോൾ ഇതിന് 4000 ഷില്ലിങ്സാണ് കേട്ടോ വില വന്നേക്കുന്നത്. ഇത് ഇവിടെ ഇങ്ങനെ പൊക്കമുള്ള പിള്ളേർക്കാണെങ്കിൽ ഇവിടെ പൊക്കം കൂട്ടി വെക്കാനും കുറച്ച് വെക്കാനൊക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഉണ്ടോ ഇവിടെ ഇങ്ങനെ പറ്റും. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായി. അപ്പോൾ പൊഞ്ചി നന്നായിട്ട് ഇത് ഓടിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം പൊഞ്ചി ഓടിക്കുന്നതൊക്കെ. പക്ഷേ ഇതിൻ്റെ അടിയിൽ നമുക്ക് ബാറ്ററി ഇട്ടിട്ട് മ്യൂസിക് കേൾക്കായിരുന്നു. അതൊന്നും പുള്ളിക്കാരി ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ബാറ്ററി ഇട്ടിട്ടുണ്ട് കേട്ടോ. മനുവേട്ട പറഞ്ഞ് ഇട്ട് കൊടുക്കണ്ട, ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും അത് ഓടിക്കുമ്പോഴൊക്കെ ശബ്ദം കൊണ്ട് മലിനീകരണമായിരിക്കും, നമ്മളൊന്നും കാണിക്കില്ല, ടി വി കാണിക്കുമ്പോഴൊക്കെ ശബ്ദമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ല. ആൾക്കാണെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയില്ല. ഇതിങ്ങനെ ബ്ലാക്ക് ആയതുകൊണ്ട് ഇതിങ്ങനെ അടഞ്ഞിരിക്കുകയാണെങ്കിൽ ഇവിടെ ബാറ്ററി ഇട്ട് പാട്ട് കേൾക്കാനൊന്നും അറിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അതും അറിയില്ല. അപ്പം ഞാൻ ഇന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ രണ്ടും കൽപ്പിച്ച് ഇട്ട് കൊടുത്ത കേട്ടോ. അപ്പോൾ പാട്ടൊക്കെ ഉണ്ട്. പിന്നെ ഓൾറെഡി തന്നെ ഇത് LED തെളിയൂട്ടത്. ഇപ്പം ഇങ്ങനെ ഓടിക്കുമ്പോഴത്തേക്കും കണ്ടോ ലൈറ്റ് തെളിയണൊരു ഇതാണ്. ഞാൻ കാണിച്ചു തരാം. എനിക്ക് അതിനകത്ത് കയറി ചിലപ്പോൾ ഇത് ഒടിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ലൈറ്റ് തെളിയണതും കൂടെയാണ് കേട്ടോ. അപ്പം ഞാൻ നിങ്ങളെ പാട്ട് കാണിച്ചു തരാം. എന്നിട്ട് പൊഞ്ചിയുടെ ഇത് കാണുമ്പോഴുള്ള എക്സ്പ്രഷൻ നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പം ഇത് താഴത്തോട്ട് ഗ്രൗണ്ടിട്ട് പോയിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് എടുത്തോണ്ട് വരാം. എന്നോട് വണ്ടി എടുത്തുകൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ട് കുറച്ച് നേരമായിട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ ചെന്നില്ല. അപ്പോൾ ഇപ്പം എന്നോട് ചോദിക്കും, കുഞ്ഞി എവിടെയായിരുന്നു കുഞ്ഞിന്നാണ് കേട്ടോ എന്നെ വിളിക്കുന്നത്. എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് കുഞ്ഞിന്നാണ്. അപ്പോൾ അവളെ എന്നെ കുഞ്ഞിന്നാണ് വിളിക്കുന്നത്. കുഞ്ഞി എവിടെയായിരുന്നു കുഞ്ഞിന്നൊക്കെ ഇപ്പോൾ ചോദിക്കും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഞാൻ എടുത്തുകൊണ്ട് പോവാണ്. ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ 5th വന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ അത് ഇറങ്ങി വന്നെ. അപ്പം അവിടെ ചെല്ലുമ്പോൾ കുറേ പിള്ളേർ കളിക്കുന്നുണ്ടാവും ഇതിൽ. അപ്പോഴാണ് പൊഞ്ചിക്ക് എനിക്കും ഉണ്ട്, എനിക്ക് വേണമെന്നൊക്കെ തോന്നുന്നത്. ഇത്രയും ദിവസം പാട്ടിട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ പാട്ടിട്ടിട്ടുള്ള എക്സ്പ്രഷൻ ഇന്ന് കാണാം. പിന്നെ ഇത് കിട്ടിയ ദിവസത്തേക്ക് വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഇതിനായിട്ട് ആഡ് ചെയ്യാം. ഗ്രൗണ്ടിലെത്തി കേട്ടോ. അപ്പം ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴാണ് പുള്ളിക്കാരത്തേക്ക് ഇത് വേണമെന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് കൊടുക്കാം. അയ്യോ, ഇതിന് തട്ടിയപ്പോഴത്തേക്ക് ഇനി ബാറ്ററി ലൂസായിട്ടുണ്ടാവും. പൊഞ്ചി അമ്മ ഒരു സൂത്രം കാണിച്ചിട്ട് ഇതിനകത്ത്. ഇത് മറച്ചിട്ട് ഒരു സൂത്രം കാണിച്ചിട്ടേ. ഇത് മറച്ചിട്, ഇങ്ങനെ മറച്ചിടേ. ഓ സന്തോഷം. അല്ല, ഞെക്കണ പൊഞ്ചിക്ക് ഞാൻ പഠിപ്പിച്ച് തന്നില്ല. ഞാൻ പൊഞ്ചിക്ക് പഠിപ്പിച്ച് തന്നില്ല. പിന്നെ സന്തോഷായോ? ഡാൻസ് കളിക്കും പൊഞ്ചി. വേറൊരു പാട്ടുണ്ടല്ലോ, അതേതാന്ന് കൂടെ കേൾപ്പിക്കേ. പൊഞ്ചി അമ്മയാ പൊഞ്ചി കണ്ടുപിടിച്ചത്. അമ്മയ്ക്ക് ഉമ്മതാ. 3ാമത്തെ പാട്ടാണിത്. ആ 4 പാട്ടുള്ളൂ പൊഞ്ചി. 4 പാട്ട്. ഞാനാണെങ്കിൽ എവിടെയാണ് ഓണാക്കണേ ഓഫാക്കണേ എന്നൊന്നും പറഞ്ഞു കൊടുത്തില്ലായിരുന്നു. പക്ഷെ പുള്ളിക്കാരത്തി എന്നെ കണ്ടുപിടിച്ചു. അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അത് കണ്ടുപിടിക്കാണ്ട് അവൾക്ക് ഓടിക്കുക പോലും വേണ്ട. ഇനി ഡാൻസേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. ഓടിക്കൽ കുറവായിരിക്കും എന്ന് തോന്നുന്നു. ഇത് കൊണ്ടുവന്ന ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അന്ന് കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എമർജൻസിയുടെ വെളിച്ചത്തിലെടുത്ത് ഇങ്ങനെ ബെൻഡ് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ കേരളത്തിലൊക്കെ പോവുകയാണെങ്കിൽ ഇങ്ങനെ ബെൻഡ് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇത് സോഫ കഴുകണതിന് മുമ്പ് എടുത്ത വീഡിയോ കേട്ടോ. അതുകൊണ്ട് സോഫയുടെ നല്ല കളറൊക്കെ കാണാം നിങ്ങൾക്ക്. ഒരു മഴയത്താണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് മനുവേട്ടൻ അത് തുടച്ചൊക്കെ വെക്കുക കേട്ടോ. വീടിൻ്റെ അകത്ത് ലൈറ്റ് ഇല്ലെങ്കിലും പുറത്ത് എപ്പോഴും എന്ന് പറഞ്ഞാൽ കോറിഡോറിൽ എപ്പോഴും ലൈറ്റ് കാണും കേട്ടോ. കാരണം അതൊക്കെ സോളാറാണ്. കാരണം ലിഫ്റ്റ് പ്രവർത്തിക്കാൻ വേണ്ടി സോളാറാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ പൊഞ്ചി ആദ്യമായിട്ട് ഇതിൽ കയറി നോക്കുന്നത് ഇപ്പോഴാണ്. അന്ന് മഴയായിരുന്നു, പൊഞ്ചിക്ക് തീരെ വയ്യായിരുന്നു, കറണ്ട് ഇല്ലായിരുന്നു, ആകെ ഒരു ശോകമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്തോടെ ഇട്ട് ഓടിക്കുവാണ്.
സ്കൂട്ടർ എന്നാണ് ഈ വാഹനത്തിൻ്റെ പേര്. വലിയവർക്ക് ഉപയോഗിക്കാൻ വലിയ സ്കൂട്ടറുകളുണ്ട് കേട്ടോ. അതൊക്കെ ചാർജ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. ഇത് ചാർജൊന്നും ചെയ്യണ്ട കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.